ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയിട്ട് റീഡിംഗ് ബുക്കിംഗ് ചെയ്യണം വെച്ചാൽ അത് അവൈലബിൾ ആണ്, ബുക്കിംഗ്സ് അവൈലബിൾ ആണ്. ഈ സമയത്ത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൽ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഇത് ഒരു കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അതല്ലാണ്ട് എൻഡിൽ ഔട്ട്കം ആൻഡ് ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ, അതൊക്കെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നുണ്ട് ഈ റീഡിങ്ങിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ റെസൊനേറ്റ് അയച്ചാൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യണോ ഈ വീഡിയോ ആൻഡ് ചാനലിൻ്റെ കൂടെ, അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് അവിടെ എന്താണ് ഡീറ്റെയിൽസ് നമ്മൾക്ക് അവിടെ നോക്കാം. അപ്പോൾ ക്യാൻസർ, നമ്മൾക്ക് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് നോക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്താണ് 6 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, 2 ഓഫ് wands ആണ്. ആൻഡ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ക്യാൻസർ, ഇവിടെ ഞാൻ കാണുന്നത് 6 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യണ എനർജിയാണ്. മേ ബി നിങ്ങൾ റീകൺസിലിയേഷൻ ചെയ്യണം എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഓർ മേ ബി ഈ പേഴ്സൺ ഓൾറെഡി നിങ്ങൾ ഓൾറെഡി റീകൺസിലിയേഷൻ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്റ്റ് കാര്യങ്ങൾ ഓർത്തിട്ട് അതിനെ മിസ് ചെയ്യുന്നുണ്ടാവും, പാസ്റ്റ് മൂമെൻറ്റ്സിനെ മിസ് ചെയ്യുന്നുണ്ടാവും. ഓരൽസ് മുമ്പേ നിങ്ങളുടെ രണ്ടാളുടെയും എന്തെങ്കിലും നല്ല മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ അതൊക്കെ റീകലക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ എനർജി 2 ഓഫ് wands ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു അൺഷുവർ എനർജിയാണ്. അവർ പ്ലാൻ ആണ് ചെയ്യണത് മുമ്പോട്ട്, അവരെ ഫ്യൂച്ചർ പ്ലാനിങ് ആണ് ചെയ്യണത്. എന്താ ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടാവുക, അതൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യണം. എന്തോ അവരൊരു ക്രോസ് റോഡ്സിലാണ്, അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാണ്ട്. നിങ്ങളുടെ കറണ്ട് എനർജി ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇതൊരു ഗ്രൗണ്ടിങ് എനർജിയാണ്, ഒരു നേർച്ചറിങ് എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത്. മേ ബി നിങ്ങൾ രണ്ടാളും ഒരു ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഇവിടെ ഒരു സിറ്റുവേഷൻ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. മേ ബി നിങ്ങൾ ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവോ ഇല്ലേ എന്നാണ് ഇവിടെ ആലോചിക്കണം. അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ സിറ്റുവേഷനിൽ? 5 ഓഫ് wands. ഇവിടെ ഒരു ഇൻ്റർഫിയറൻസും ഉണ്ട്. ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് വെർഗോ എനർജിയാണ്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലാച്ചാൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും ആയിരിക്കാം. ഇതൊരു മദറുടെ എനർജിയാണ്, നേർച്ചറിങ് എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെ മദറും ആവാം. പക്ഷേ ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആവാം, ഇല്ലാച്ച ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, ഇല്ലാച്ച ഒരു ഫാമിലി മെമ്പർ തന്നെ ആവാം, ആരാ വേണിച്ചാലും ആവാം ഇത്. പക്ഷേ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ 5 ഓഫ് wands എന്താണ് ഇവിടെ ഇൻ്റർഫിയറൻസ്. 5 ഓഫ് swords, കുറേ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ. 2 5s ആണ്. അപ്പോൾ എന്തോ ഒരു കംപ്ലീഷൻ, ഒരു ചേഞ്ചിൻ്റെ എനർജിയാണ് നമ്പർ 5. ഡെഫിനറ്റ്ലി ഇവിടെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട് ഈ പേഴ്സൻ്റെ കാരണം. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ ഇല്ലാച്ച നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ വിട്ടിട്ട് വാക്ക് അവേ ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ ഈ നെഗറ്റിവിറ്റി നിങ്ങൾ രണ്ടാൾക്കും ഇല്ലാച്ച നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പേഴ്സൺ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ എനർജി 6 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈ പേഴ്സണിനെ തിരിച്ചു വേണം എന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണിന് അപ്പോളജൈസ് ചെയ്യാനും റെഡിയാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ ഡിസിഷനാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് നിങ്ങൾ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്യുക? ഇത് ഇമോഷണലി ആയിട്ടാണ് സംസാരിക്കേണ്ടത്, ഇല്ല പ്രാക്ടിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ
ഇത് വർക്കൗട്ട് ചെയ്യോ, അങ്ങനെയൊക്കെ ഡിസിഷൻസ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ 2 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജിയാണ്. ഫൂൾ ഇവിടെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ഫർദർ ഒരു പുതിയ ബിഗിനിങ് വേണോ, ഓറൽസ് സിംഗിളായിട്ട് നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് നോക്കണോ, അതാണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ളത്. ഫ്രീ ആയിട്ട് വേറെ ഓപ്പർച്യൂണിറ്റീസ് വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യണോ, ഇല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നാണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഇവിടെ ഏരീസ് എനർജി കാണാണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഈ സിറ്റുവേഷന് നിങ്ങളെങ്ങനെ മുമ്പോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. മേ ബി നിങ്ങളുടെ സൈഡിലായിരിക്കാം, മേ ബി നിങ്ങളായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, ഓരോ ഈ പേഴ്സണും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. 8 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. പക്ഷേ ഈ പേജ് ഓഫ് സോഡ്സും 8 ഓഫ് കപ്സ് ഒരു ഇൻഫർമേഷൻ, ഒരു ന്യൂസ് പുറത്തു വരുന്ന എനർജിയാണ്. അത് കാരണം ഇവിടെ ഒരു പേഴ്സൺ വാക്ക് അവേ ആണ് ചെയ്യണത്. ഇപ്പം നിങ്ങളാണ് ഈ സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ സൈഡിലാണ് തേർഡ് പാർട്ടി ഉണ്ടായി വെച്ചാൽ നിങ്ങൾ മേ ബി എന്തോ നിങ്ങൾക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, എന്തോ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ വാക്ക് അവേ ആണ് ചെയ്യണം. ഇതൊരു ഫ്യൂച്ചർ റീഡ്, ഇത് ഈ 2 കാർഡ്സ് ഫ്യൂച്ചർ എനർജിയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയുടെ ത്രൂ ആയിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതോ ഫ്രണ്ട്സ് നിങ്ങളോട് എന്തോ പറഞ്ഞിട്ട് നിങ്ങൾ കുറേ സാഡ്നെസ് ഉണ്ട് ഇവിടെ, അത് കാരണം നിങ്ങൾ വാക്ക് അവേ ആണ് ചെയ്യണത്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണത്? ഓരൽസ് ഇത് മറ്റേ മാതിരി ആവാം. ഈ പേഴ്സൺ എന്തോ നിങ്ങളെ കുറിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മേ ബി ഇവിടെ ഒരു വാക്കിംഗ് അവേ എനർജിയാണ്. ഇവിടെ ഒരു വേറെ പേഴ്സൺ ഉണ്ട്, ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അത് ഫോർ ഷുവർ ആണ്. എന്ന് വെച്ചാൽ ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്, ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സന്റെ കാരണം എന്തോ ഇവിടെ ഒരു ഈ റിലേഷൻഷിപ്പ് ഇതിന്റെ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങൾ കുറെ ഒന്നും പറയാണ്ട് പറഞ്ഞാൽ അത്ര ഇമോഷൻസ് ഇല്ല, അത്ര ഷെയറിങ് ഇവിടെ ഇല്ല. ഓക്കെ, മേ ബി നിങ്ങൾ ഈ പുതിയ ബിഗിനിങ്ങിന് ട്രൈ ചെയ്യും, പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യില്ല. എന്താണ് ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്ക്, എന്താണ് ഇവിടെ ചാലഞ്ച്? ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ കുറെ ഇൻ ആൻഡ് ഔട്ട് ആണ്, കുറെ പ്ലെയർ ടൈപ്പ് ഓഫ് എനർജിയാണ്. 5 ഓഫ് പെന്റക്കിൾസ്, അത് കാരണം നിങ്ങൾ കുറെ ലെഫ്റ്റ് ഔട്ടായി ഫീൽ ചെയ്യണു, കുറെ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യണു. കുറെ സമയം വരെ നിങ്ങൾക്ക് അറിയണ്ടായില്ല എന്താ ചെയ്യണ്ടെന്ന്, ഒരു സ്റ്റക്ക് എനർജിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫൈനലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഈ സിറ്റുവേഷനെ വിട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റേബിൾ കാമോ വാട്ടേഴ്സിന്റെ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഇന്റൻഷൻസ് എന്താണ് ക്യാൻസർ? ഇവിടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് വിചാരിക്കണം, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആണ് ഈ സമയത്ത്, നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഓവർ തിങ്കിങ്, കുറേ തോട്ട്സ് ഉണ്ട്, ശരിക്കും ഉറക്കമില്ല രാത്രി. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഈ സെപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ എഫേർട്ട് ഉണ്ടായാലും ഈ സിറ്റുവേഷൻ ഇപ്പോൾ മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് എന്തോ റിവീൽ ആയോണ്ട് നിങ്ങൾ ആദ്യം ഒരു കുറേ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്, ഇവിടെ ആദ്യം ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എന്താണ് ഇൻറ്റൻഷൻസ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്? ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അവർക്ക് ഈ സിറ്റുവേഷനിൽ വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെ കുറേ ടോക്സിസിറ്റി ഉണ്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. ഓക്കെ, ആൻഡ് മേ ബി അവരുടെ കമ്മ്യൂണിക്കേഷനും ഒരു ഹാർഷ് ആയിട്ടാണ്. മേ ബി കുറേ ഫൈറ്റ്സ് ഉണ്ടാവും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സൺ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് കുറേ ഒരു ഹാർഷ് ആയിട്ടാണ്, കുറേ വേർബൽ അബ്യൂസ് അങ്ങനത്തെ എനർജി ഞാൻ കാണുന്നുണ്ട്. 9 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അവർ ഈ റിലേഷൻഷിപ്പിനെ സറണ്ടർ ചെയ്യാനാണ് നോക്കണത്.
സൺ ഇവിടെ ക്ലാരിറ്റി ആൻഡ് അബണ്ടൻസ് ഹാപ്പിനെസ്സിന്റെ എനർജിയാണ്. അപ്പൊ അവർക്ക് ഈ സിറ്റുവേഷനിൽ ആക്ഷൻ എടുക്കണം എന്നുണ്ട്, പക്ഷെ മേ ബി അവരുടെ പറയണ രീതി കുറച്ചൊരു ഹാർഷാണ്. അത് മാത്രമല്ല, എന്തോ ഒരു ടോക്സിക് എനർജി ഉണ്ട് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന്. അവർ ക്ലാരിറ്റി കൊണ്ടാണ് വരണേ, പക്ഷെ എന്താ അറിയില്ല, ഇവിടെ കുറെ കൺഫ്യൂസിങ് എനർജിയാണ് ഈ പേഴ്സന്റെ. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ്? നിങ്ങൾക്ക് ക്യാൻസറിന് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണ് യൂണിവേഴ്സ് പറയണത് ലൈഫ് എൻജോയ് ചെയ്യാൻ. എന്നുവെച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, പക്ഷെ ഒരു സിംഗിളായി ഇൻഡിപെൻഡൻ്റ് ആയി ഡിസിഷൻ എടുക്കാനാണ് പറയണത്. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താ വെച്ചാൽ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ ചില പ്രോബ്ലം ഏരിയാസ് ഉണ്ട് അവരുടെ ലൈഫിൽ, അതിൽ അവർക്ക് എന്തോ വർക്കൗട്ട് ചെയ്യണം. അപ്പോഴേ ഈ റിലേഷൻഷിപ്പ് ഒരു ഹാപ്പി ആയി മുമ്പോട്ട് പോലൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായിരിക്കും ആക്ഷൻ നിങ്ങൾ എടുക്കുക? ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്, ജെമിനി എനർജി. പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആക്ഷൻ വൈസ് നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ ഒരു സ്ട്രോങ് കെമിസ്ട്രി ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ അവോയ്ഡ് ആണ് ചെയ്യണത്. നിങ്ങൾ ഈ റീകൺസിലിയേഷൻ വേണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ ഈ പേഴ്സണെ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ബാക്ക് അവേ ആയിരിക്കും. പറഞ്ഞാൽ അത്ര ആക്ഷൻ ഒന്നും എടുക്കുന്നുണ്ടാവില്ല, ഓർ എടുക്കാൻ പ്ലാൻ ഉണ്ടാവില്ല. മെജിഷ്യൻ ഉണ്ട് ഇവിടെ. എന്താണ് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ആക്ഷൻ ഉണ്ടാവുക? ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് 6 ഓഫ് വാൻഡ്സ്. അവർ കുറെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അവർ. പക്ഷെ 6 ഓഫ് വാൻഡ്സ് ഒരു ആരോഗൻസും കൂടിയാണ്. എംപ്രസ്, ക്വീൻ ഓഫ് കപ്സ്. അപ്പൊ അവർ നിങ്ങളെ ഇപ്പോഴും ഒരു ഫ്യൂച്ചർ പാർട്ട്ണർ ആയിട്ടാണ് കാണുന്നത്. കുറെ സ്ലോ മൂവിങ് എനർജിയിലാണ് അവർ, പക്ഷെ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ മെസ്സേജ് ചെയ്യും. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ 3 ഓഫ് സോഡ്സ്. ഇത് എത്രയും നിങ്ങൾ തിരിച്ചു വന്നാലും ഈ പേഴ്സന്റെ ഉള്ളിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരു 3 ഓഫ് സോഡ്സിൽ തന്നെയാണ്. എന്നുവെച്ചാൽ ഇതൊരു ഹാർട്ട് ബ്രേക്ക് ആണ്. ഈ തേർഡ് പാർട്ടി കാരണമായിരിക്കാം, ഇല്ല വെച്ചാൽ ഈ പേഴ്സൺ അവരുടെ തന്നെ മിസ്റ്റേക്സ് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നില്ല. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു എന്താ പറയാ, ഒരു വർക്ക് മോഡിലാണ് ഇത്. ഈ മേ ബി ഈ പേഴ്സൺ ഒരു വർക്കഹോളിക്കും ആവാം. പക്ഷെ ഇവിടെ ഹീലിംഗ് ഉണ്ട് കേട്ടോ. 3 ഓഫ് സോഡ്സ് ഒരു ഹീലിംഗ് എനർജിയാണ്. മേ ബി നിങ്ങളൊരു പുതിയ ഡിറക്ഷനിലേക്കായിരിക്കും പോണ്ടാവുക. കിങ് ഓഫ് കപ്സ് ഇവിടെ നിങ്ങളുടെ മാച്ച് ചെയ്യണ ഒരു പേഴ്സൺ, നിങ്ങളുടെ എനർജി മാച്ച് ചെയ്യണ വേറെ ഒരു പേഴ്സൺ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ഇത് കുറച്ചുകൂടി ഒരു കമ്പാറ്റബിൾ ഉള്ള പേഴ്സൺ ആണ്. ആൻഡ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും, ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ് കൊണ്ടുവന്ന്. ആൻഡ് ഇത് കുറച്ചുകൂടി ഒരു ഐഡിയൽ പാർട്ട്ണർഷിപ്പാണ്. ഇതും ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജിയാണ്. പറഞ്ഞാൽ ഇത് കറണ്ട് പേഴ്സൺ അല്ല, ഇത് ഫ്യൂച്ചറിൽ വരാൻ പോണേ ഉള്ളൂ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ. എംപറർ, ഏരീസ് എനർജി ഉണ്ട് ഇവിടെ. ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ. അവർ മിസ് ഔട്ട് ചെയ്യും ഈ റിലേഷൻഷിപ്പ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ അവരുടെ പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യാൻ റെഡിയല്ല, അവരുടെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ റെഡിയല്ല. എന്തോ അവരുടെ വേറെ സൈഡിൽ വേറെ ആൾക്കാരുണ്ട്, ഇല്ല അഫെയർ ഉണ്ട്, ഇല്ല ഒരു തേർഡ് പാർട്ടി ഉണ്ട്. എന്തായാലും നിങ്ങൾ മൂവ് ഓൺ ആണ് ചെയ്യണത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്, അത് നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണർ ആണ് ഞാൻ കാണുന്നത് ഇവിടെ. എന്താണ് നിങ്ങൾക്ക് ഇവിടെ വേറെ മെസ്സേജ്? ഓറക്കിൾ മെസ്സേജസ്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ നിങ്ങളോട് പറയാൻ, എന്താണ് മെസ്സേജ്, എന്തുകൊണ്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്തോ ഒരു നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട്, എന്തോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയാൻ നോക്കുന്നുണ്ട്.
മേ ബി നിങ്ങൾ അതിനെ ഇഗ്നോർ ആയിരുന്നു ചെയ്യണ്ടായിരുന്ന ഇതുവരെ, പക്ഷെ ഇവിടെ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ വന്നിട്ടുണ്ട് ആൻഡ് അൺലൈക്ലി വന്നിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു സിറ്റുവേഷൻ ചിലപ്പോ വർക്ക്ഔട്ട് ചെയ്യില്ല എന്നാണ് ഇവിടെ. അൺലൈക്ലി ഇംപ്രൂവിങ് ഹെൽത്ത്, നിങ്ങളുടെ ഹെൽത്തിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാൽ നിങ്ങൾ അത് ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് കാണും. പക്ഷെ ക്യാൻസർ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ എന്നെ ഇമെയിൽ ചെയ്യുക, വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നിട്ട്. താങ്ക് യു സോ മച്ച്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും. ടേക്ക് കെയർ.